വെൽക്കം. റഹ്മാനാണ്. ഡ്രഗ്സ് ഫോർ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ലാക്സേറ്റീവ്സ് വീഡിയോ സീരീസിൽ ഈ വീഡിയോ നമ്മൾ പ്രൂകാലോപ്രൈഡ് എന്ന് പറയുന്ന മരുന്നിനെ കുറിച്ചിട്ടാണ് പറയാം. ആൻഡ് വി വിൽ ഓൾസോ ടോക്ക് അബൌട്ട് കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണയെ കുറിച്ചും നമ്മൾ ഒന്ന് പറഞ്ഞു പോകും. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റിമുലന്റ് ലാക്സേറ്റീവ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്റ്റിമുലന്റ് ലാക്സേറ്റീവ്സിൽ നമ്മൾ പറഞ്ഞത് ബിസാക്കോഡയിലാണ് ഒരെണ്ണം, ബിസാക്കോഡൈൽ എന്ന് പറയുന്ന മരുന്ന്, ഡൽകൊളാക്സ്, ദെൻ ഓൾസോ സെന്ന ഒരു ചെടിയിൽ നിന്ന് കിട്ടുന്നതാണെന്ന് പറഞ്ഞു. സോ ഇത് രണ്ടിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അവിടെ നമ്മൾ പറയാതെ പോയതാണ് പ്രൂകാലോപ്രൈഡും കാസ്റ്റർ ഓയിൽ. സോ സ്റ്റിമുലന്റ് ലാക്സേറ്റീവ്സിൽ തന്നെ വരുന്നതാണ്. സോ ഈ മരുന്ന് പ്രൂകാലോപ്രൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ മോട്ടിഗ്രിറ്റി എന്ന പേരിലാണ് 2018 ആദ്യമായിട്ട് അംഗീകരിച്ച മരുന്നാണ്. ബേസിക്കലി ഇതൊരു സ്റ്റിമുലന്റ് ലാക്സേറ്റീവ്സ് തന്നെയാണ്. വൻകുടലിലെ, ഞാൻ ജസ്റ്റ് ഒന്ന് വൻകുടൽ എന്ന് ഇങ്ങനെ വരച്ചാൽ വൻകുടലാണെന്ന് കരുതുക, ഇത് വൻകുടൽ. ആൻഡ് വൻകുടലിലെ മസിൽസ്, അതിലെ സ്മൂത്ത് മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. സ്മൂത്ത് മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആൻഡ് അത് കൺട്രാക്ഷൻ ഉണ്ടാക്കും. സോ ഇങ്ങനെ കൺട്രാക്ഷൻ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും വയറ്റിലെ സംഭവങ്ങൾ പുറത്തേക്ക് പോകും. ഇതാണ് ഇതിന്റെ പ്രവർത്തനം. ആൻഡ് ഇതിനിവ നേരിട്ട് കുടൽ എപ്പിത്തീലിയൽ സെൽസ് വരച്ചു കഴിഞ്ഞാൽ നേരിട്ട് അവിടെ റിസപ്റ്റർ ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ആസ് 580 എന്ന് വെച്ചാൽ സെറോട്ടോൺ ആണ്. സെറോട്ടോണിൻ 4 റിസപ്റ്ററിലാണ് പ്രവർത്തിക്കുക. 584 അഗോണിസ്റ്റ് ആണ്. സോ ദിസ് 584 അഗോണിസ്റ്റ് മരുന്നാണ്. സോ ഇതുമൂലം കൺട്രാക്ഷൻസ് വർദ്ധിക്കാം. ഇനി മൈൻട്രിക് പ്ലക്സസിലെ, മൈൻട്രിക് പ്ലക്സ് എന്ന് വെച്ചാൽ ഇവിടെ നെർവ് സപ്ലൈ ചെയ്യുന്ന സംഭവമാണ്. ആൻഡ് അവിടെ ഉള്ള 564ൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ദിസ് ക്യാൻ കോസ് റിലീസ് ഓഫ് അസറ്റൈൽ കൊളിൻ റിലീസ് ഉണ്ടാകും. അസറ്റൈൽ കൊളിൻ റിലീസ് ഉണ്ടാകുമ്പോൾ അതും കൺട്രാക്ഷൻസ് വർദ്ധിപ്പിക്കും. സോ ഇത് ഒരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ GI പ്രോകൈനറ്റിക് വിഭാഗം മരുന്നാണ്. പ്രോകൈനറ്റിക് ഡ്രഗ് ആണെന്ന് പറയാം. പ്രൈഡ് അല്ലെ, സിസാപ്രൈഡ്, അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മൊസാപ്രൈഡ്. സോ പ്രൈഡ് തന്നെയാണിത്. സോ ഇറ്റ്സ് എ പ്രോകൈനറ്റിക് ഏജന്റ് ആണ്. സോ ഇത് കൊളോണിലെ പെരിസ്റ്റാലിസിസ് വർദ്ധിപ്പിക്കും. സോ ഏത് തരം പെരിസ്റ്റാലിസ് ആണ് വർദ്ധിപ്പിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ഹൈ ആംപ്ലിറ്റ്യൂഡ്, വളരെ ഉയർന്ന ആംപ്ലിറ്റ്യൂഡിലുള്ള പ്രൊപ്പഗേറ്റിംഗ് കൺട്രാക്ഷൻസ്, അല്ലെങ്കിൽ നമുക്കവയെ ഹൈ ആംപ്ലിറ്റ്യൂഡ് പ്രൊപ്പഗേറ്റിംഗ് കൺട്രാക്ഷൻ HAPCs ആണ് ഇത് വർദ്ധിപ്പിക്കുക. സോ ബവൽ മോട്ടിലിറ്റി, ഇതിന്റെ മോട്ടിലിറ്റി വർദ്ധിച്ച് ലാക്സേറ്റീവ് എഫക്ട് ഉണ്ടാക്കുന്നു. ഇതാണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ആൻഡ് ഈ മരുന്ന് പ്രൂകാലോപ്രൈഡിന് 5T4 റിസപ്റ്ററിൽ മാത്രമാണ് പ്രവർത്തനം. 5T4ൽ അഗോണിസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി 5T2Aയിലോ അല്ലെങ്കിൽ 2Bയിലോ, ഇനി 5T3യിലോ ഇതിലൊന്നും ആക്ഷൻ ഇല്ല. ആൻഡ് ഓൾസോ CCK, മോട്ടിലിറ്റി റിസപ്റ്റർ, അതിന്റെ റിസപ്റ്റർ CCKയിൽ ഒന്നും പ്രത്യേകിച്ച് ആക്ഷൻസ് ഇല്ല, അല്ലെങ്കിൽ വളരെ കുറവാണ്. ആൻഡ് മരുന്ന് നമുക്ക് ലഭിക്കുക ഗുളികയാണ്. ഗുളികയായിട്ടാണ് മരുന്ന് കിട്ടുക. 2 മില്ലിഗ്രാമിന്റെ ഗുളികയാണ്. സാധാരണ ദിവസം ഒരു നേരം ഡെയിലി ഓടിയാണ് കഴിക്കേണ്ടത്. ആൻഡ് ദിവസം ഏത് സമയത്ത് വേണമെങ്കിലും കൊടുക്കാം. ഭക്ഷണത്തിന് ശേഷമോ ഭക്ഷണത്തിനൊപ്പമോ ഭക്ഷണത്തിന് മുൻപോ എപ്പോൾ കഴിച്ചാലും പ്രശ്നമില്ല. ഭക്ഷണമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. ആൻഡ് ഈ മരുന്ന് എലിമിനേറ്റ് ചെയ്യുക മൂത്രത്തിലൂടെയാണ്, യൂറിനിലൂടെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. ഭൂരിഭാഗവും 60% പുറത്തേക്ക് പോകുന്നത് യൂറിനിലൂടെയാണ്. സോ അതുകൊണ്ട് വൃക്കരോഗികളിൽ, കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ, അല്ലെങ്കിൽ ലെസ് ദാൻ ക്രിയാറ്റിനിൻ ക്ലിയറൻസ് 30ൽ താഴെ ഉള്ള ആൾക്കാരിൽ നമ്മൾ 2 മില്ലിഗ്രാം എന്നുള്ളത് 1 മില്ലിഗ്രാം ആക്കി കുറയ്ക്കേണ്ടി വരും. അതാണ് വൃക്കരോഗികളിലുള്ളത്. ദെൻ മുതിർന്നവരിലും സാധാരണ 1 മില്ലിഗ്രാം മതി. ഓക്കെ, മുതിർന്ന ആൾക്കാർ കൂടുതൽ സെൻസിറ്റീവ് ആണ്. ആൻഡ് ഈ മരുന്നിന് മറ്റ് ഡ്രഗ് ഇന്ററാക്ഷൻസ് ഒന്നും തന്നെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നുമില്ല. അപ്പോൾ പ്രൂകാലോപ്രൈഡ് ഇനി എവിടെയാണ് ഉപയോഗിക്കാൻ? FDA നിർദ്ദേശിച്ചിട്ടുള്ളത് ഓൺലി ഇൻ ക്രോണിക് ഇഡിയോപ്പതിക് കോൺസ്റ്റിപ്പേഷന് വേണ്ടിയിട്ടാണ്. ക്രോണിക് ഇഡിയോപ്പതിക് കോൺസ്റ്റിപ്പേഷൻ എന്ന് വെച്ചാൽ, ക്രോണിക് എന്ന് വെച്ചാൽ ദീർഘകാലമായിട്ടുള്ളത്, ഇഡിയോപ്പതിക് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാത്തത്. കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാരിൽ, മുതിർന്ന ആൾക്കാരിലാണ്. അഡൽട്ടിൽ മാത്രമാണ്. അപ്പോൾ കുട്ടികളിലോ അങ്ങനെയുള്ള ആൾക്കാരിലൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ദീർഘനാളായിട്ടുള്ള പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാത്ത മലബന്ധത്തിലാണ് ഉപയോഗം. ആൻഡ് കോൺസ്റ്റിപ്പേഷൻ പ്രിഡോമിനന്റ് ആയിട്ടുള്ള, കോൺസ്റ്റിപ്പേഷൻ കൂടുതലായിട്ടുള്ള പ്രിഡോമിനന്റ് ആയിട്ടുള്ള IBSലും നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് റിഫ്രാക്ടറി കേസിലാണ്. മറ്റ് മരുന്നുകളൊന്നും ഉപയോഗിച്ചിട്ട് ഫലം ഇല്ലാത്ത ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പോൾ പ്രധാനപ്പെട്ട സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് തലവേദനയാണ്. സൈഡ് എഫക്ട് ഈ തലവേദനയാണ്. ഹെഡ് ഏക്ക് ആണ് പ്രധാനപ്പെട്ട പ്രശ്നം. 2% പേരിൽ ഹെഡ് ഏക്ക് ഉണ്ടാകുന്നുണ്ട്. ദെൻ വയറ്റിൽ വേദന, ബിക്കോസ് കൺട്രാക്ഷൻ ആണ് കൂട്ടുന്നത്. ഓക്കാനുണ്ടാക്കാം, വയറിളക്കം, ഛർദിൽ, ക്ഷീണം, വയറുസ്തംഭനം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് സാധാരണയായിട്ട് ഉണ്ടാകുന്നത്. വയറുമായിട്ട് റിലേറ്റഡ് ആണ് പ്രശ്നങ്ങൾ. ഇനി മൂഡ് ചേഞ്ചസ് ഉണ്ടാക്കുന്നത് മൂലം മരുന്ന് കഴിക്കുന്നവരിൽ ഇപ്പോൾ സൂയിസൈഡൽ ഐഡിയേഷൻ അല്ലെങ്കിൽ ബിഹേവിയർ അങ്ങനെയൊക്കെയുള്ളത് ഉണ്ടാക്കിയേക്കാം എന്ന് ഒരു വാർണിംഗ് കൊടുക്കണമെന്ന് FDA പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ഒരു വാർണിംഗ് ഇതിന്റെ പുറത്തുണ്ട്. ഇതുമായിട്ട് നേരിട്ട് ഇത് മരുന്ന് കഴിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നു എന്നുള്ള നേരിട്ട് തെരുവുകളൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും 5T റിസപ്റ്ററിലൊക്കെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടായേക്കാം എന്നുള്ള ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു വാർണിംഗ് ഉണ്ട്. സോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉള്ള ആൾക്കാരിൽ, ഡിപ്രഷനോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ ഈ മരുന്ന് ഒന്ന് ഒഴിവാക്കുക. ഇനി മരുന്നിനോട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ചിലപ്പോൾ ഉണ്ടാകാം, അലർജി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇനി ഉപയോഗിക്കാൻ പാടില്ലാത്ത ആൾക്കാർ ആരൊക്കെയാണ്? GI
GI ഒബ്സ്ട്രക്ഷൻ. ഇനി ആൾക്കാർ GI എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉള്ള ആൾക്കാർ, ഒബ്സ്ട്രക്റ്റീവ് ഇലിയസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് അങ്ങനെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ടോക്സിക് മെഗാ കോളോൺ ഉള്ള ആൾ, മെഗാ റെക്ടം ഉള്ള ആൾക്കാർ. സോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ ഈ മരുന്ന് ഒഴിവാക്കി കഴിക്കാൻ പാടില്ല. ഇനി ഗർഭിണികൾ, കുട്ടികൾ, മുലയൂട്ടുന്നവർ, അവിടെ നിർദ്ദേശിക്കുന്നില്ല, താരതമ്യേന പുതിയ ഗുളികകളാണ്, അതൊന്നും നമ്മൾ പറയാറില്ല. ദെൻ മറ്റ് ഫൈസ്റ്റ് റിലേറ്റഡ് പ്രോകൈനറ്റിക്സ് ഉണ്ടല്ലോ. മറ്റ് ഫൈസ്റ്റ് റിലേറ്റഡ് പ്രോകൈനറ്റിക്സ് എന്ന് വെച്ചാൽ അവയ്ക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ മരുന്നുകൾക്കില്ല, ഈ മരുന്നിനില്ല. പ്രൂക്കാലപ്രേറ്റിന് കാർഡിയോടോക്സിറ്റി ഇല്ല. സ്റ്റിമുലന്റ് ലാക്സേറ്റീവ്സിലെ മറ്റൊരു പ്രധാനപ്പെട്ട മരുന്നാണ് ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറയാം. സോ ദിസ് ഓൾസോ സ്റ്റിമുലന്റ് ലാക്സേറ്റീവ് ആണ്, ആവണക്കെണ്ണ. ആൻഡ് ഇതിപ്പോ നമ്മൾ ഹോസ്പിറ്റലൊന്നും ഉപയോഗിക്കുന്നില്ല. ആൻഡ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇലിയത്തിൽ വെച്ചിട്ട് ലിപ്പേസസ് എന്ന് പറയുന്ന എൻസൈം വഴി ഇത് റിസിനോലിക് ആസിഡ് ആയിട്ട് മാറുന്നു. പ്ലസ് ഗ്ലിസറോളും ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഈ റിസിനോലിക് ആസിഡ് ആണ് നമുക്ക് ഈ പർഗേറ്റീവ്, കടുത്ത ലാക്സേറ്റീവ് ആണ്, അതുകൊണ്ട് നമുക്ക് അതിനെ പർഗേറ്റീവ് കഥാർട്ടിക് എന്നൊക്കെ വിളിക്കണം. സോ അതാണ് ഉണ്ടാക്കുക. സോ GI ഇറിറ്റന്റ് ആണ് മരുന്ന്, GIയിൽ നിന്ന് വാട്ടർ അബ്സോർഷൻ തടയുകയും ചെയ്യും. ആൻഡ് ഇതിനൊരു ഡിറ്റർജന്റ് ലൈക്ക്, ഒരു സോപ്പ് പോലെയുള്ള ഡിറ്റർജന്റ് ലൈക്ക് ആക്ഷൻസ് ആണ്. മാത്രമല്ല ഇത് ഇൻറ്റസ്റ്റൈനൽ വില്ലേ അങ്ങോട്ട് നശിപ്പിക്കും. ഇൻറ്റസ്റ്റൈനൽ വില്ലൈസ് നശിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ മരുന്ന് കൊടുക്കാത്തത്, ഉപയോഗിക്കുക. മാത്രമല്ല പാലറ്റബിൾ അല്ല, കഴിക്കാൻ ടേസ്റ്റോ അങ്ങനെയൊന്നുമില്ല, കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, പാലറ്റബിൾ ആണ്. തുടർച്ചയായിട്ട് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അബ്ഡോമിനൽ ക്രാംസ് ഉണ്ടാകാം. ആൻഡ് ഇതിൽ തന്നെയുള്ള റിസിൻ എന്ന് പറയുന്ന സാധനം ടോക്സിക് ആണ്, നമുക്കറിയാം. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. സോ ഇതൊക്കെ മൂലം ഈ റെഗുലർ യൂസ്, പണ്ടൊക്കെ സ്ഥിരം ഉപയോഗിച്ചിട്ടുണ്ടാണ് കാസ്റ്റർ ഓയിൽ, പക്ഷേ ഇപ്പോൾ ഇത് റെഗുലർ യൂസ് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് നമുക്ക് കാസ്റ്റർ ഓയിലിനെ കുറിച്ച് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റിമുലന്റ് ടൈപ്പ് ഓഫ് ലാക്സേറ്റീവ്സ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.